ഇവിടെ മാത്രമല്ല, പിന്നെ അങ്ങനത്തെ മഹാന്മാരെ പുകയത്തിന് പണിയാണ് പിന്നെ അവർക്ക് ഉണ്ടായിരുന്നത്. ഓരോ പുകയത്തിന് നടക്കേണ്ട പണിയാണ്. എത്ര പപ്പനല്ലേ പറഞ്ഞത് ഷെയ്ഖുമാണം ഫർളു അതിനൊക്കെ പറയാൻ തുടങ്ങിയില്ലേ? അത് അനുഭവിച്ചുകൊണ്ട് പഠിച്ചത്. അതിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് അങ്ങനെ അല്ലാത്തൊരു സംഭവം ഇവിടെ ഇല്ല. ഒരു മാർഗം ഇസ്ലാമിലില്ല. ഇഹ്സാൻ ഇല്ലാതെ ഈമാനും ഇസ്ലാമും ഇല്ല. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തസൂഫാണ്, തസൂഫ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖാണ്. ആരാവണം അത് ശ്രദ്ധിക്കണം. ശരീഅത്ത് വേണം, റസൂലുള്ളാഹി പറ്റുന്ന സിൽസില വേണം, അല്ലെ? അതിന്റെ അദബുകൾ വേണം, അതിന്റെ അറിവുകൾ വേണം. അത് തൗഹീദ് കൊടുക്കലും വേണം. കറാമത്തും അത്ഭുതമൊന്നും അതൊന്നും ഉണ്ടായിക്കൊള്ളൊന്നുമില്ല, ഉണ്ടാവും ചെയ്യാം, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാമിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അറിയാത്തവരാരും ഉണ്ടാവില്ല, മനസ്സിലാക്കാത്തവരാരും ഉണ്ടാവില്ല. ഗസ്സാലി ഇമാമ വരെ അങ്ങനെ അല്ലാതെ രക്ഷ ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആളാണ്. ഇത് മനസ്സിലാക്കുക. എഹിയ ഓതിയ മാത്രം പോരാ, ഓതി കൊടുത്താലും പോരാ. നമ്മള് ഒരു മുഹിയായി ജീവിക്കണം, നമ്മൾ ഹയാത്തുള്ളവരാവണം. അത് ജീവൻ, അത് റൂഹുമായി ബന്ധപ്പെട്ട അറിവുകളാണ്. എങ്കിലേ ഈ ബാഹ്യമായ അറിവിനും ബാഹ്യമായ അമലുകൾക്കും ജീവൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചത്ത ശവത്തിനെ പോലെ സമയായി ചീഞ്ഞു നാറും. ഇനി വേഗം ജീവൻ കൊടുക്കണതിന് ബുദ്ധി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ പറയുമ്പോഴും വേണ്ട വേണ്ട എന്ന് പറയുന്നവർക്ക് ഒന്നും പറയാനില്ല, വേണ്ടാന്ന് അത്രേ ഉള്ളൂ. വേണം വേണമെന്ന് തെളിവ് ഇങ്ങനെ പുറമോട്ട് പറയാണ്ട്. വേണ്ട എന്ന് പറഞ്ഞവർക്ക് ഒരു തെളിവും പറയാനില്ല. ഏതെങ്കിലും ഒരു വാറോല പോലും കൊണ്ടുവരാൻ കഴിയൂല. പിന്നെന്താ, കുറെ പേക്കൂത്തുകൾ കാണിച്ചു തരണ്ടാവും. അതിപ്പോ എല്ലാത്തിലും ഇല്ലേ? ശേഖന്മാരെ കൊടുത്ത് കള്ളന്മാര്, അതിപ്പോ ഇസ്ലാമ് കള്ളന്മാരുണ്ട്. ഇസ്ലാം അയച്ചാരാൻ പറ്റുമോ? ഇസ്ലാമിന്റെ പേരിൽ എന്തെല്ലാം വേണ്ടാത്ത ചെയ്യുന്ന ആൾക്കാരുണ്ട്. പള്ളിക്കൊന്ന് എന്തെല്ലാം കേസ് പിടിക്കണോണ്ട് പള്ളി പൊളിച്ചെന്ന് അറിയാൻ പറ്റുമോ? കോളേജുകളിൽ എന്തെല്ലാം അറമ്പറപ്പെടുക്കുന്നുണ്ട്. പണ്ഡിതന്മാരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, തങ്ങന്മാരെന്തൊക്കെ ചെയ്യുന്നുണ്ട്. അവിടൊക്കെ ഒലക്ക് തെറ്റാൻ പറ്റുമോ? ഇല്ലില്ല. അത് അവരെ ഫാൾട്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അത് ഞമ്മക്ക് തിരിച്ചറിയണം. ഇങ്ങനെ ഉള്ളു പൊള്ളായതുകൊണ്ടാ, ഇത് തിരിച്ചു വരണം. ഇനി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു അറിവ് നിർബന്ധമാണ്. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരാൾക്കും പറ്റൂല എന്ന തെളിവാണ് ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാമും ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു എന്ന് ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാം വ്യക്തമായി പറയുന്നു.